ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Kanz. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഓല സ്കൂട്ടറിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഈ സ്കൂട്ടറിൻ്റെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു കോൾ വന്നിരുന്നു. മാത്രമല്ല, ചാർജർ എന്ന് പറയുമ്പോൾ നമുക്കിത് വാങ്ങുമ്പോൾ സ്കൂട്ടർ വാങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ പറയുന്ന മെയിൻ ഭാഗം. ഇപ്പോൾ ചാർജർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചാർജർ അടക്കമാണ് വരുന്നതെന്ന്. അങ്ങനെയല്ല, ഈ ചാർജറിന് നമ്മുടെ സ്കൂട്ടറിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ്. ഈ ചാർജറിന് മാത്രം സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ 9,000 രൂപയാവും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷനും കൂടെ ഇതിൻ്റെ കൂടെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്നത് ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക കേസാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കേസാണ്. ഇതിനകത്ത് നമുക്ക് കീ ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ടീം ബജാജ് അലയൻസിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പവർ പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ വന്ന് അവർ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഈ സ്ലോട്ട് നമുക്ക് ഈ എടുക്കട്ടെ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഇൻസേർട്ട് ചെയ്യാൻ. ഈ ഹോളിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവും. ഓക്കെ, ഇത് ഇൻസേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഹോൾഡറാണ്. ഹോൾഡർ നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത് ഈ സ്ലോട്ട് ഉണ്ടല്ലോ, ഈ സ്ലോട്ട്. ഈ സ്ലോട്ട് കറക്റ്റായിട്ട് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഇവിടെ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ക്ലബ് ചെയ്തിട്ട് ലോക്കായി. പിന്നെ ഇത് കിട്ടില്ല, വലിച്ച കിട്ടില്ല. പിന്നെ കൊട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുഷ് ചെയ്യുക, ബാക്കിൽ പുഷ് ചെയ്യുക. സെയിം പ്രൊസീജിയർ. ആ വണ്ടിയിൽ വരുന്ന ലോക്കാവില്ലേ, ആ ലോക്കാവുന്ന സെയിം പ്രൊസീജിയർ. അതായത് ഇപ്പുറത്തെ സ്ലോട്ടിൽ കയറുമ്പോൾ അപ്പുറത്ത് ലോക്കാവും. ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് സ്ലോട്ടിൽ കയറ്റി വയ്ക്കുക. പിന്നെ ഇത് കിട്ടും. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ക്യൂബ് ഉപയോഗിക്കുക, വലിച്ചെടുക്കുക. അതായത് കറക്റ്റായിട്ട് ഈ സ്ലോട്ടാണ് അതിൻ്റെ ഗാഡി. ഈ സ്ലോട്ടാണ് അതിൻ്റെ ഗാഡി. ഈ സ്ലോട്ടിലോട്ടാണ് അത് പോയിട്ട് ലോക്ക് ആവുന്നത്. ഇതിൻ്റെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിള് കുറച്ച് മാനേജ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു ചാർജർ തറയിലങ്ങ് വെക്കാതെ നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ സ്കൂട്ടർ ഒന്ന് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പവർ സ്വിച്ച് ഇത് ഓൺ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഈ ചാർജറിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഈ ഒരു ക്ലിപ്പ് ഒന്ന് ഞെക്കിയിട്ട് താഴോട്ടെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കൂട്ടറിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഈ ഒരു റബ്ബർ ബുഷ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പിന്നീട് ഈ ലിവർ ഉണ്ടല്ലോ, ഇത് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതിങ്ങനെ അപ്പാവുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. ഇപ്പോൾ നമ്മളുടെ വണ്ടിയിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ വണ്ടി ചാർജ് ആവുന്നത് കാണാം. അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഇതിൻ്റെ ആ ഒരു വെൻറ്റിലേഷൻ ഫാനൊക്കെ ഉണ്ട്. അതിങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എയർ വെൻറ്റിലേഷൻ ഉണ്ട്. അപ്പോൾ ചാർജർ ഒരുപാട് ഹീറ്റ് ആവത്തില്ല. ഞാൻ ഈ ഒരു ലൊക്കേഷൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പാർക്കിങ്ങിൻ്റെ അടിയിലായിട്ട് മഴ നനയാതെ വെക്കേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ തന്നെ വെച്ചത്. അപ്പോൾ കേബിള് കുറച്ച് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് തൊട്ടടുത്ത് വെച്ച് തന്നെ ചാർജ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓവറോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു ഇൻസ്റ്റാളേഷൻ ഈ ഒരു കേസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞു, വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.